അപ്പൊ തുടങ്ങാം അല്ലേ? സാധാരണ ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ഏത് നാട്ടിലാണെങ്കിലും ഭരണത്തിലിരുന്ന പാർട്ടി ജനങ്ങൾക്ക് കൊടുത്ത ഓഫറും അവരെ അത് നടപ്പിലാക്കാത്തത് പ്രതിപക്ഷവും ജനങ്ങളും ചോദ്യം ചെയ്യാണ് ചെയ്യുക. അതാണല്ലോ 900-ലധികം എന്താ പറയാ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ കൊണ്ടാണ് പിണറായി 2 അധികാരത്തിൽ വന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് VD സതീശൻ അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ കേരളത്തിൽ സാധനം നേരെ തിരിച്ചാ ഉള്ളത്. നമ്മൾ ഇടതുപക്ഷത്തുള്ള ആളുകൾ, നിങ്ങളെ പോലുള്ള ജേർണലിസ്റ്റുകൾ കോൺഗ്രസ്സുകാരോട് ചോദിക്കേണ്ടി വരികയാണ്, പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പൈസ എവിടെ, കണക്കെവിടെ, ആപ്പ് എവിടെയെന്ന്. കൊടുത്ത പൈസ പൊളിറ്റിക്കൽ ഡൊണേഷൻ അല്ലെന്നേ. വയനാട്ടിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യരെ കണ്ട് മനസ്സലിഞ്ഞ് നിങ്ങളെയും എന്നെയും പോലുള്ള ആളുകൾ അവർക്ക് കൊടുത്ത പൈസയാണ് ഇവരുടെ കയ്യിലുള്ളത്. ആ പൈസക്കാണ് തുമ്പും വാലും ഇല്ലാത്തത്. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ ഇന്നേ വരെ ഇവരെ പറഞ്ഞതെല്ലാം നുണയായിരുന്നു. സ്തുത്യർഹമാണോ കുംഭകോണമാണോ എന്ന് കണക്ക് നോക്കുമ്പോഴറിയാം അല്ലേ? ശ്രീ വി ആർ അനൂപ്, ഇപ്പം വയനാടുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ചോദ്യം പ്രതിപക്ഷം നേരിടേണ്ടി വരുന്നത്. ഇന്ന് കുറച്ചു മുമ്പിട്ടിരിക്കുന്ന പോസ്റ്റിൽ പോലും കൃത്യമായി മുഖ്യമന്ത്രി ചോദിക്കുന്നത് എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ആ പണം ഏത് അക്കൗണ്ടിൽ എന്നുള്ളതാണ്. 3 ചോദ്യം വളരെ ഷാർപ്പാണ്. മറുപടി ഉണ്ടോ? ഞാൻ അതിലേക്ക് വരാനേ. അങ്ങനെ പോലെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയൂ. എന്റെ കയ്യിലില്ലല്ലോ. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, നമ്മൾ ഈ സംവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ 4 അതിഥികളിലേക്ക് വന്നു. ശേഷം വിഷയം എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. ഒരു ചർച്ച എങ്ങനെ പോകണം എന്നുള്ളത്. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ശരി, അപ്പൊ വയനാട് പറയും. തീർച്ചയായും ഞാൻ പറഞ്ഞതല്ല. ഞാൻ വയനാട്ടിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് ഒരേ ഒരു കാര്യം. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ഇവിടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ CPM-ന്റെ പ്രതി പറയുന്നത് എന്താണെന്നറിയോ? അങ്ങനെ നീട്ടിപ്പോയാൽ അദ്ദേഹത്തിന്റെ അവസരത്തിൽ അദ്ദേഹം അതിന് മറുപടി പറയും. നമുക്ക് ഓരോ വിഷയത്തിൽ പോകേണ്ടതുണ്ട്. അങ്ങ് ഇതിലേക്ക് വരൂ. അല്ല, നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ വയനാടിനെ കുറിച്ച് തന്നെ പറയാം. മാധു അങ്ങനെ ആവർത്തിച്ച് വയനാട്ടിലേക്ക് ചോദ്യം സത്യസന്ധമായ വരവ് ചെലവ് കണക്കുകൾ. അല്ല, ഞാൻ അങ്ങോട്ട് വരാന്നേ. എനിക്കും ഇത് ഈ പറയുന്ന കുറച്ചു നേരം അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ, ഞാൻ വളരെ തുടക്കത്തിലെ പറഞ്ഞു. തീർച്ചയായും വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താ? കോൺഗ്രസ് ഒരു പണപ്പിരിവ് നടത്തുന്നു. അത് ഈ വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കാനാണ്. കണക്കുകളുടെ ആദ്യം നമുക്കൊന്ന് കണ്ണോടിക്കാം. ആദ്യം സിമന്റ് കുംഭകോണം. കോൺഗ്രസ് ഫണ്ട് മേടിച്ച് സ്വരുക്കൂട്ടിയ സ്ഥലത്ത് DYFI കുടില് കെട്ടുമെന്ന് പറയുന്ന അങ്ങേയറ്റം തനി തെമ്മാടിത്തത്തിലേക്ക് DYFI വന്നിരിക്കുകയാണ്. ഞാൻ വളരെ 3 ചോദ്യം വളരെ സ്ട്രൈറ്റ് ആയി പറഞ്ഞു. എത്ര പണം പിരിച്ചു? ഇവിടെ കുറുപ്പ് സാറേ, സെക്രട്ടറി കണക്ക് പറയട്ടെ പ്ലീസ്. അല്ല, അങ്ങനെയാണെങ്കിൽ മാധവി ചോദിക്കേ, ഈ ചർച്ചക്കിടയിൽ ചോദിക്കേ, പയ്യന്നൂരിൽ ഇവരുടെ രക്തസാക്ഷിയുടെ തന്ത്രമാണ് ഇത്. നേരത്തെ പറഞ്ഞ കള്ളക്കളിയാണ്. ഇത് നാട്ടുകാരെടുക്കില്ല. അല്ല, ഞാൻ പയ്യന്നൂരിലെ കാര്യം ചോദിച്ചിട്ടേ അങ്ങോട്ട് ഈ കാര്യം ചോദിക്കാൻ പറയട്ടുള്ളൂ. കള്ളക്കളിയല്ല. അല്ലല്ല, പയ്യന്നൂരിലെ കാര്യം ഞാൻ സഞ്ജീവനോട് ചോദിക്കാം. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ടാ, എത്ര പണം പിരിച്ചു, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ടിൽ? 3 ചോദ്യമുള്ളൂ. പയ്യന്നൂരില്ല. ഇവിടെ CPM ഇല്ലാതെ എന്ന സംശയം. ഞാനല്ലേ ചോദിച്ചേ. കാശുണ്ടാക്കുകയാണെന്ന് അല്ല, ഞാൻ പറയാലോ. എത്ര പണം പിരിച്ചു, പ്രതിരോധിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറില്ല. ഏത് അക്കൗണ്ടിൽ? അല്ല, ഞങ്ങൾ അതിന് തയ്യാറില്ലാതെ. അയ്യോ, അതിന്റെ ട്രേഡ് സീക്രട്ടാ, ഞാൻ പുറത്തു പറയില്ല. ഇനി പറയാനില്ല. അപ്പൊ പിന്നെ സംവാദത്തിന് വിളിക്കുന്ന തിരിച്ച് ചോദ്യം ഉണ്ടാവില്ല വിചാരിച്ചിട്ടാണോ? ഈ ചോദ്യം
അല്ല തിരിച്ചു നോക്കൂ, CPM അല്ല ചോദ്യം ചോദിച്ചത് ഞാനാണ്. ഓരോ വിഷയം എടുക്കാന്ന് പറഞ്ഞ് ഞാനാണ് വയനാടുമായി ബന്ധപ്പെട്ട ചോദ്യം ഉന്നയിച്ചത്. അങ്ങ് CPM-നെ വിടുന്നേ. എത്ര പണം, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ട്, ഞാനാ ചോദിക്കുന്നേ. മാധുവിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തക ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഭരണനിർവഹണമാണോ കാണേണ്ടത്, ഒരു പാർട്ടി നടത്തിയ പണപ്പിരിവുമായുള്ള പ്രതിപക്ഷത്തോട് എനിക്ക് ഭരണനിർവഹണത്തെ പറ്റി ചോദിക്കാൻ പറ്റുമോ? ഞാൻ ഭരണനിർവഹണത്തെ പറ്റി CPM-നോട് ചോദിക്കാം. ഞാൻ പ്രതിപക്ഷത്തോട് ചോദിക്കേണ്ട ചോദ്യം ചോദിക്കുന്നേ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണ്. ഇതിനകത്ത് എന്താണ് ഈ ബോധമുള്ള എന്റെ ഉത്തരവാദിത്തം അവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രതിപക്ഷം ഇറങ്ങി പുറപ്പെട്ട ഒരു പ്രോജക്റ്റിൽ അല്ല, കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രോജക്ട് എന്താണെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ഞാനത് സർക്കാരിനോട് ചോദിക്കാം. എനിക്ക് പ്രതിപക്ഷത്തിരുന്ന സർക്കാർ ഈ നാട്ടിലെ പ്രതിപക്ഷം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പ് വയനാട്, അതിനെപ്പറ്റിയല്ലേ എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റൂ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഞാൻ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ വേണമെങ്കിൽ, എത്ര തുക, ആപ്പ് എവിടെ, ഏത് അക്കൗണ്ട്? ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ. ഇതൊന്നും ഇല്ലെങ്കിൽ സംവാദം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല കേട്ടോ. കേരളത്തിന്റെ കണ്ണും കണ്ടൂടാ ശിവനെ, ഇത് ഏത് ജില്ല? ഇതേ ചോദ്യം അല്ല അതൊക്കെ മാധുവിന്റേതായ കാര്യങ്ങളിലേക്ക് പറയാം. ഈ നോക്കൂ, ഞാൻ അങ്ങോട്ട് 5 തവണ ചോദിച്ചു. അങ്ങേക്ക് ഇതിൽ ഒരൊറ്റ കാര്യത്തിനെങ്കിലും ഉത്തരം പറയാനുണ്ടെങ്കിൽ എനിക്ക് ഇടവേളെടുക്കാൻ പറ്റാത്തതിലേക്ക് പോകാം. ഇതിനകത്ത് ഒരു മിനിറ്റ്, ഈ ചർച്ചയ്ക്ക് വരുന്നതും വരാതിരിക്കുന്നതൊക്കെ വേറെ കാര്യം. പക്ഷെ ചർച്ചകളെ താല്പര്യമില്ല, ചർച്ചകളോട് പൊതുവെ പുച്ഛം. എന്നിട്ട് ഏകപക്ഷീയമായിട്ട് ഈ ആളില്ലാത്ത ചാരായ നിരോധനം മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. വെറുതെ കാണാ പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ലേ. അതൊക്കെ അവിടെ നിക്കട്ടെ. അങ്ങ് ഈ ചർച്ചയുടെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ നാട് മുഴുവൻ ഓടുമല്ലോ. വി ആർ അനൂപ്, അല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിനകത്ത് LDF-ന് ഒരു അജണ്ട ഉണ്ടെന്നേ. LDF എന്താണ് ചെയ്യുന്നത്? എല്ലാ തെരുവുകളിലും എല്ലാ മീറ്റിങ്ങുകളിലും ഇതിനകത്ത് ജനാധിപത്യ വിരുദ്ധത മാധുവിനൊന്നും തോന്നുന്നില്ലേ? ഞങ്ങൾ എത്ര പണം, ഏത് ആപ്പ്, ഏത് അക്കൗണ്ട്? എത്ര പണം, ഏത് ആപ്പ്, ആപ്പ് എവിടെ, കാര്യം ചോദിക്കട്ടെ. ഞാനൊരു കാര്യം അല്ല ഏത് അക്കൗണ്ട്? ഈ 3 ചോദ്യം. ഇതിനകത്തൊരു കാര്യം ചോദിക്കട്ടെ മാധു അല്ല അല്ല മാധവ് ചോദിച്ചോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വയനാടുമായിട്ട് തന്നെയാണല്ലോ ചർച്ച. ഞങ്ങൾ വാങ്ങിച്ച സ്ഥലം, ഞങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചൊരു സ്ഥലം വാങ്ങിക്കുന്നു. ആ സ്ഥലത്ത് കുടില് കെട്ടി സമരം ചെയ്യുന്ന DYFIയുടെ ജനാധിപത്യ പോലീസ് കുടില് പൊളിച്ചില്ലേ? ഇപ്പൊ അവിടെ ഉണ്ടോ? ഇല്ലല്ലോ. ജനാധിപത്യമൊക്കെ നമുക്ക് പിന്നെ ചോദിക്കാം. ഇതിനുണ്ടോ? ഇതിന് മറുപടി ഇല്ലല്ലോ അല്ലേ? ഞാനത് എടുക്കാണേ. ഒരു ചോദ്യം 10 തവണ ചോദിക്കാൻ എനിക്കൊരു നാണക്കേടില്ലേ? ശരി, ചോയ്സ്. എനിക്ക് നാണമുണ്ടോ എന്നുള്ളത് എന്റെ ചോയ്സ് ആയതുകൊണ്ട് ഞാൻ